നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റിന് പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ എന്താണ് ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? വളരെ സിമ്പിളാണ്, നോക്കിക്കോളൂ. ഈ കപ്പിന് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവില്ലേ അല്ലേ? എല്ലാ സാധനത്തിനും ഒരു ടെമ്പറേച്ചർ ഉള്ള പോലെ ഇതിനും ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും. എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നുമില്ല, ജസ്റ്റ് തെർമോമീറ്റർ എടുത്ത് അങ്ങനെ വെക്കുക. 26 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി. അപ്പോൾ ഈ കപ്പിന് ടെമ്പറേച്ചർ ഇപ്പോൾ 26 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി എനിക്ക് വേണ്ടത് ഇതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടണം. ജസ്റ്റ് 1 ഡിഗ്രി കൂട്ടിയാൽ മതി. അതായത് 26ലാണ് ഇപ്പോൾ ഉള്ളത്. 26ന് കൂട്ടിയിട്ട് എനിക്ക് 27ലാക്കണം. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കുറച്ച് ഹീറ്റ് കൊടുക്കണം. അപ്പോൾ ഈ കപ്പിന് ഞാൻ കുറച്ച് ഇങ്ങനെ ഹീറ്റ് കൊടുത്തുകൊണ്ടിരുന്നാൽ ഇതിന് ടെമ്പറേച്ചർ കൂടൂലേ? അപ്പോൾ 26ന്ന് 27 ആവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ബേസിക്കലി കുറച്ച് ഹീറ്റ് കൊടുത്താൽ മതി. എനിക്കിനി അറിയേണ്ടത് ഈ കപ്പിൻ്റെ ഒരു മെറ്റീരിയലില്ലേ, ഈ മെറ്റീരിയലിന് എത്ര ഹീറ്റ് കൊടുത്താലാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂടാമെന്ന് എനിക്ക് അറിയണം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കപ്പിനൊരു പ്രത്യേക വെയിറ്റ് ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഈ കപ്പിൻ്റെ വെയിറ്റ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണുന്നത് 362 grams ആണ്. പക്ഷേ ഇപ്പം ഞാൻ ഇതേ മെറ്റീരിയലിൻ്റെ വലിയൊരു കപ്പ് എടുത്താൽ ഞാൻ കൂടുതൽ ഹീറ്റ് കൊടുക്കണം. ഇപ്പോൾ ഇതിനേക്കാളും ചെറിയൊരു കപ്പ് എടുത്താൽ ഞാൻ കുറച്ച് ഹീറ്റ് കൊടുത്താൽ തന്നെ അതിന് 1 ഡിഗ്രി സെൽഷ്യസ് കൂടും. അപ്പോൾ ഇതിൻ്റെ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുമല്ലേ നമ്മൾ എത്ര ഹീറ്റ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു സ്റ്റാൻഡേർഡ് വെയിറ്റ് എടുക്കും. ഇപ്പോൾ ഇമാജിൻ ചെയ്യൂ, ഇങ്ങനത്തെ ഒരു കപ്പ്, അതായത് സെയിം മെറ്റീരിയലുള്ള ഒരു കപ്പ്, പക്ഷേ 1 കിലോ ഉണ്ട്. ഇതിപ്പോൾ 362 grams ഉള്ളൂ, പക്ഷേ 1 കിലോ ഉള്ളൊരു കപ്പ് എടുത്തു. അപ്പോൾ ഇനിയും എടുക്കാൻ പോകുന്നത് 1 കിലോൻ്റെയാണ്. അപ്പോൾ ഞാൻ ഇതേ കപ്പിൻ്റെ ഈ മെറ്റീരിയലിൻ്റെ ഒരു വലിയ കപ്പ് എടുത്തു, 1 കിലോൻ്റെ. ഇത് 362 gram ഉള്ളൂ, നമുക്ക് വേണ്ടത് 1 കിലോ ആണ് വേണ്ടത്. എന്നിട്ട് 1 കിലോ കപ്പിന് ഞാൻ കുറച്ച് ഹീറ്റ് കൊടുത്തു. ഇനി എനിക്കറിയേണ്ടത് എത്ര ഹീറ്റ് കൊടുത്താലാണ് ഈ 1 കിലോ ഉള്ള ഈ കപ്പിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂടുക. ആ ഹീറ്റിനെയാണ് നമ്മൾ വിളിക്കുക, വെറും ഹീറ്റ് അല്ല, ആ മെറ്റീരിയലിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓർ വെറും സ്പെസിഫിക് ഹീറ്റ് എന്ന്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഞാൻ ഈ കപ്പ് അല്ല, ഈ മെറ്റീരിയലുള്ള ഒരു കപ്പിൻ്റെ വെറും എത്രയോ വെയിറ്റ് അല്ല, 1 kg എടുത്തിട്ട് ഞാൻ കുറച്ച് ഹീറ്റ് കൊടുത്തു. അപ്പോൾ ലെറ്റ്സ് ആദ്യത്തെ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഞാൻ അത് 30ന്ന് 31 ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. എന്നിട്ട് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഞാൻ എത്ര ഹീറ്റ് കൊടുത്തപ്പോഴാണ് ഇത് 30ന്ന് 31 ആയേ എന്നാണ് എനിക്ക് കണ്ടുപിടിക്കുന്നത്. ആ ഹീറ്റിനെയാണ് നമ്മൾ വിളിക്കുക ഈ മെറ്റീരിയലിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓർ വെറും സ്പെസിഫിക് ഹീറ്റ് എന്ന്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡെഫിനേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദി ഹീറ്റ് റിക്വയർഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 kg ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഏത് സബ്സ്റ്റൻസിൻ്റെയും, ലെറ്റ്സ് സേ വുഡ് എടുക്കാം, അലൂമിനിയം എടുക്കാം, പ്ലാസ്റ്റിക് എടുക്കാം, കോട്ടൺ എടുക്കാം, എന്താണെങ്കിലും അതിൻ്റെ 1 kg നമ്മൾ എടുക്കണം അല്ലേ? 1 kg കൊണ്ടുവരണം. എന്നിട്ട് അതിൻ്റെ ആ 1 kgൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ഹീറ്റ് കൊടുക്കണം? അതാണ് ആ സബ്സ്റ്റൻസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇനി ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിന് എന്താ വിളിച്ചത്? സി ആയിട്ട് എടുത്ത്, കുഞ്ഞ് സി, സ്മോൾ ലെറ്റർ സി. അപ്പം കുഞ്ഞ് സി വിൽ ബി ഈക്വൽ ടു ക്യൂ ഹീറ്റ് ഗിവൺ ബൈ മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. കാരണം എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഗിവൺ ആണ്, പക്ഷേ 1 കിലോ, അതായത് പെർ 1 കിലോയ്ക്കാണ് അല്ലേ? നമ്മൾ 2 കിലോ 3 കിലോ എന്നല്ല എടുത്ത് പെർ 1 കിലോ, അതുകൊണ്ടാണ് നമ്മൾ പെർ മാസ് ചെയ്യുന്നത്. അതും എത്ര ടെമ്പറേച്ചർ കൂടണം? 1 ഡിഗ്രി സെൽഷ്യസ് കൂടിയാൽ മതി. അപ്പം ഡെൽറ്റ ടി കൂടണ്ട, ജസ്റ്റ് 1 ഡിഗ്രി കൂടിയാൽ മതി. അപ്പം നമ്മൾ ഡിവൈഡ് ബൈ ഡെൽറ്റ ടിയും കൂടി ചെയ്യും. അതുകൊണ്ടാണ് സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എം ഡെൽറ്റ ടി കിട്ടുന്നത്. ഇതൊന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇത് കിട്ടും, ക്യൂ ഈസ് ഈക്വൽ ടു എം സി ഡെൽറ്റ ടി. ഈ ഇക്വേഷനാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യാൻ പോകുന്നത്. ക്യൂ ഈസ് ഈക്വൽ ടു എം സി ഡെൽറ്റ ടി, വേർ സി ഈസ് ദി സ്പെസിഫിക് ഹീറ്റ് ഓർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അങ്ങനെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് ഒരു യൂണിറ്റ് ഉണ്ടാവും. യൂണിറ്റ് എന്തായിരിക്കും? സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എം ഡെൽറ്റ ടി. അങ്ങനെയാണെങ്കിൽ ക്യൂവിൻ്റെ യൂണിറ്റ് ജൂൾസ് അല്ലെ, ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂൾസ്, മാസിൻ്റെ യൂണിറ്റ് കെ ജി, അതുപോലെ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് കെൽവിനാണ്. എസ് ഐ യൂണിറ്റ് എന്താണ്? ഡിഗ്രി സെൽഷ്യസ് അല്ല, കെൽവിനാണ്. അങ്ങനെയാണെങ്കിൽ സി അഥവാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ പെർ കെ ജി കെൽവിൻ. അപ്പം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിൻ്റെ യൂണിറ്റും നമുക്ക് കിട്ടി. ഇപ്പോൾ എന്താണ് ഇവിടെ കാണുന്നത്? കുറേ മെറ്റീരിയൽസ് ഉണ്ട് അല്ലേ? വാട്ടർ, വുഡ്, സ്റ്റീൽ, ബിസ്ക്കറ്റ്, അങ്ങനത്തെ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? ഫോർ എക്സാമ്പിൾ വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 4184 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 1 കിലോ വെള്ളം എടുക്കുക അല്ലേ? 1 ലിറ്റർ അല്ല, 1 കിലോ വെള്ളം തന്നെ എടുക്കണം. ആ 1 കിലോ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ നിങ്ങൾക്ക് 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടണമെങ്കിൽ നിങ്ങൾ എത്ര ഹീറ്റ് കൊടുക്കണം? 4184 ജൂൾസ് ഹീറ്റ് തന്നെ കൊടുക്കണം.
അതേപോലെ വുഡിൻ്റെ സ്പെസിഫിക് ഹീറ്റ് നമ്മൾ ഇവർ കൊടുത്തത് എന്താണ് 1764 ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 1 കിലോ വുഡ് എടുക്കുക, മരക്കഷ്ണം എടുത്താൽ അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടണമെങ്കിൽ നിങ്ങൾ എത്ര കൊടുക്കണം? 1764 ജൂൾസ് കൊടുക്കണം. അതേപോലെ സ്റ്റീലിൻ്റെ 420 ജൂൾസ് മതി. അതേപോലെ ബിസ്ക്കറ്റിൻ്റെ ആണെങ്കിലോ 1751 ജൂൾസ് കൊടുക്കണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടെ ഈ വെള്ളത്തിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ഇതിനെല്ലാത്തിനേക്കാളും കുറച്ച് കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ ഹീറ്റ് കൊടുക്കണം. അപ്പോൾ സ്റ്റീലിനും മരത്തിനും ബിസ്ക്കറ്റിനൊക്കെ കുറച്ച് കുറവാണ്, പക്ഷേ വെള്ളത്തിന് കുറച്ച് കൂടുതലാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ കുറച്ച് കൂടുതൽ ഹീറ്റ് കൊടുക്കണം. അപ്പം ഈ ഒരു കോൺസെപ്റ്റും കൂടി മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ചെറിയൊരു വേറൊരു എക്സ്പെരിമെൻറ്റും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ. ഒരു ബലൂൺ ഉണ്ട് കയ്യിൽ, ലൈറ്ററുണ്ട്. എന്തായിരിക്കും? ഒന്നുമില്ല, ഈ ബലൂൺ നമ്മൾ കത്തിക്കാൻ പോകണം. ബേസിക്കലി ബലൂൺ എന്താ പൊട്ടി. കാരണം എന്താണ്? നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ ബലൂണിൻ്റെ ഉള്ളിൽ എയർ ഉണ്ട്. ഹീറ്റ് ചെയ്യുമ്പോൾ എയർ എക്സ്പാൻഡ് ചെയ്യും, എക്സ്പാൻഡ് ചെയ്ത് ബലൂൺ താങ്ങാൻ പറ്റാത്ത അവസ്ഥയും പൊട്ടി. ഇനി നമ്മൾ വേറൊരു ബലൂൺ എടുക്കാം, സെയിം ബലൂൺ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അത് വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു ബലൂൺ കൂടി എടുത്തിട്ടുണ്ട്, കണ്ടിട്ട് സെയിം പോലെ ഉണ്ട് അല്ലേ? അപ്പം നേരത്തെ നമ്മൾ ഹീറ്റ് കൊടുത്തപ്പോൾ പെട്ടെന്ന് പൊട്ടി, അങ്ങനെയാണെങ്കിൽ ഇവിടെയും പെട്ടെന്ന് പൊട്ടേണ്ടതാണ്. നമുക്ക് നോക്കാം. ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒന്നും സംഭവിക്കുന്നില്ല. ബേസിക്കലി മനസ്സിലാക്കേണ്ടതെന്നറിയോ, ഇതിൽ കുറേ നേരം ഇങ്ങനെ ഹീറ്റ് കൊടുത്താലും ബേസിക്കലി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് വെള്ളം നിറച്ചിട്ടുണ്ട്. ചിലവർക്കൊക്കെ ആദ്യമേ മനസ്സിലായിട്ടുണ്ടാവും വെള്ളം നിറച്ചിട്ടുള്ള കാര്യം. അപ്പോൾ വെള്ളമുള്ളപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നേരത്തെ എയറിന് ഹീറ്റ് കൊടുത്തപ്പോൾ എയർ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്ത് ടെമ്പറേച്ചർ കൂടി പൊട്ടി. പക്ഷേ ഈ വെള്ളത്തിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറച്ച് കൂടുതലാണ്. അതായത് ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഹീറ്റ് കൊടുക്കണം. അങ്ങനെ കുറേ ഹീറ്റ് കൊടുത്താലേ അതെന്താണ് ടെമ്പറേച്ചർ കൂടി അത് എക്സ്പാൻഡ് ചെയ്ത് അത് ഇവിടെ ബലൂൺ പൊട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ബേസിക്കലി ഞാൻ കുറേ ഹീറ്റ് കൊടുത്തപ്പോഴും ഇവിടെ കുറേ ബലൂൺ കരിയല്ലാണ്ട് ഇതിനുള്ള വെള്ളത്തിന് ടെമ്പറേച്ചർ കാര്യമായിട്ട് കൂടിയിട്ടുമില്ല, അത് എക്സ്പാൻഡും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ബലൂൺ പൊട്ടിയിട്ടില്ല. ഇനി ഞാൻ എത്ര ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നാലും ബേസിക്കലി എന്താണ് സംഭവിക്കുക? ഇത് പൊട്ടൂല. കാരണം വെള്ളത്തിൻ്റെ സ്പെസിഫിക് ഹീറ്റ് നല്ല കൂടുതലാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 4186 ജൂൾ പെർ കെൽവിൻ കിലോഗ്രാം ആണ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് എന്താണെന്നും സ്പെസിഫിക് ഹീറ്റിൻ്റെ സിഗ്നിഫിക്കൻസും നല്ല രീതിയിൽ മനസ്സിലായല്ലോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റും ലേറ്റൻറ്റ് ഹീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും നമ്മൾ അവിടുന്ന് മനസ്സിലാക്കും. ഓക്കെ, റെഡി അല്ലേ?